മേക്ക് മൈ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ മുഴുവനായി ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇതൊരു മലബാർ വിഭവമാണെന്ന്. ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്കിത് റെഡിയാക്കാനായിട്ട് ഇതുപോലെ മുഴുവനായിട്ടുള്ള ഒരു ചിക്കനാണ് വേണ്ടത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. പിന്നെ ഇത് 1 കിലോയുടെ ഒരു ചിക്കനാണ്. ഇത് റെഡിയാക്കാനായിട്ട് ഏറ്റവും നല്ലത് ചെറിയ ചിക്കൻസ് എടുക്കുന്നതാണ്. നമുക്കതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. എല്ലാ സൈഡും ഇത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. ആ ഒരു എല്ലിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുന്നിടം വരെ നമ്മൾ നന്നായിട്ട് വരയണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ 2 ചെറിയുള്ളി, പിന്നെ ഒരു പിടി മല്ലിയില, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര്. ഇത്രയും നമുക്ക് ആദ്യം അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഏലക്കയുടെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു അല്പം 2 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം. എല്ലാ സൈഡിലും നമ്മൾ എല്ലായിടത്തും ഉള്ളിലും എല്ലാം നമ്മൾ നന്നായിട്ട് ഇത് തേച്ച് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. എന്നിട്ടൊരു 15 അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇത് വെക്കണം. ഇങ്ങനെ ഇപ്പോൾ ഞാനിത് ഒരു 10-15 മിനിറ്റ് ഇത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു നൂല് വെച്ച് ഇതിൻ്റെ കാല് നമുക്ക് നന്നായിട്ട് ഇത് കെട്ടിക്കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കാല് ചിലപ്പോൾ അടർന്നു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അടർന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നൂല് വെച്ച് കെട്ടിക്കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊരു നാടൻ ഡിഷ് ആയത് കാരണം അതാണ് നല്ലത്. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് അത് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ ലാസ്റ്റ് അതിൻ്റെ പുറത്തിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സംഭവം ചെയ്താൽ മതി. ഞാനിപ്പോൾ നല്ലൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ എന്തായാലും ഒരു സൈഡ് തന്നെ ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും. ഇതൊരു സൈഡ് തന്നെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരാനായിട്ട്. നമുക്ക് അത് മുരിഞ്ഞ് വരുന്ന ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഇതിൻ്റെ അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മളിത് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കുകയും ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളക്, പിന്നെ 1/2 കപ്പ് തേങ്ങ. ഇത്രയും നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ നമുക്ക് വരുന്ന രീതിയിൽ വറുത്തെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ അപ്പുറം വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കാര്യം മറന്നു പോകരുത്. അത് നമുക്ക് എല്ലാ സൈഡും മുരിച്ചെടുക്കണം. ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം മാത്രം അത് അടുത്ത സൈഡ് മുരിച്ചെടുക്കാൻ നോക്കുക. ഇപ്പം നമ്മുടെ തേങ്ങ ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആവുന്നിടം വരെയും ഇത് നന്നായിട്ട് വറുത്തെടുക്കുക.
ഇതിപ്പോൾ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാൻ വെച്ചിട്ട് ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. 4 സൈഡും തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പയ്യെ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് ഇത് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിന് നമുക്ക് ഒരു 1/2 കപ്പ് ചുവന്നുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യണത്. അതിനകത്തുനിന്ന് കുറച്ച് ഓയിൽ ഞാൻ എടുത്ത് മാറ്റി ബാക്കിയുള്ള ഓയിലിലേക്കാണ് ഞാൻ ചുവന്നുള്ളി ഇട്ടിരിക്കുന്നത്. ചുവന്നുള്ളി ഒന്ന് പയ്യെ അതൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു സവാള അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് പയ്യെ വാടി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വാടി വന്ന ടൈമിൽ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് പയ്യെ മൂത്ത് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ അത്യാവശ്യം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഈ അരപ്പ് അരച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ചതച്ച കുരുമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും എല്ലാ കറികൾക്കും തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിന് പകരം കുരുമുളക് ചതച്ചാണ് ഇടാറുള്ളത്. അതാണ് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം വെള്ളമെങ്കിലും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ 1 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ അത് വെന്ത് വരുമ്പോഴത്തേക്കും അത് പാകത്തിന് അത് വറ്റി നല്ല ഗ്രേവി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നന്നായിട്ടിത് മൂടി വെച്ച് നന്നായിട്ടിത് വേവിച്ചെടുക്കണം. 2 സൈഡും നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതുമെല്ലാം നമ്മൾ സൈഡിൽ എല്ലാം നമ്മൾ സ്പൂൺ വെച്ച് ഇത് ചെയ്തെടുക്കണം. കാരണം ചിക്കൻ്റെ അടിയിൽ കിടക്കുന്ന ആ ഒരു ഗ്രേവി അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ ഒരു പോർഷൻ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വെള്ളമെല്ലാം പറ്റി ആ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചിക്കനും നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്. അങ്ങനെ 3 പ്രോസസ്സിൽ നമ്മളുടെ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മളുടെ ചിക്കൻ ഒരിക്കലും ഇതിൻ്റെ ഉള്ളൊന്നും വേവാണ്ടിരിക്കത്തില്ല. ഫുള്ളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് ഒരിക്കലും അത് വേവാണ്ടിരിക്കില്ല. കാരണം ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തു, പിന്നെ മസാലയിലിട്ട് നമ്മൾ വേവിച്ചെടുത്തു. ഇനി നമുക്ക് ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്. ആദ്യം തന്നെ നമുക്കതിൻ്റെ ആ കെട്ടിയിരിക്കുന്ന കാല് നമുക്ക് നൂല് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഗ്രേവി കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. പക്ഷേ അത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇത് ഒരു വാഴയില വെക്കാം. വാഴയില വെച്ചിട്ട് നമ്മളുടെ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മളുടെ മസാലയും ഗ്രേവിയും എല്ലാം അതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ട് അത് വാഴയിലയിൽ നമ്മൾക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഒരു സവാളയുടെ പകുതി ഞാനിപ്പോൾ ചെറുതാക്കി അരിഞ്ഞത് ഞാനിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്, അപ്പോൾ ഒരു കടിക്കാനായിട്ട് നല്ല രസമാണ്. പിന്നെ അതിലേക്ക് ഒരു നാരങ്ങ ചെറുതാക്കി കട്ട് ചെയ്തത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വാഴയില നന്നായിട്ട് പൊതിഞ്ഞ് അത് ഒരു നൂല് വെച്ചോ അല്ലെങ്കിൽ വാഴയുടെ വള്ളി വെച്ചോ ഇത് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. ഞാനിത് നന്നായിട്ടിത് കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു അടി കട്ടിയുള്ള നല്ലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് പയ്യെ ഇറക്കി വയ്ക്കാം. ഓയിലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരടപ്പ് വെച്ച് മൂടി ഒരു 10 മിനിറ്റ് വീതം 2 സൈഡും ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് 2 സൈഡും ഒരു 10 മിനിറ്റ് വീതം വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ മുഴുവനായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പയ്യെ ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് പയ്യെ തുറന്നു നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ വാഴയിലയുടെയും പിന്നെ അതുപോലെ തന്നെ നല്ല വെളിച്ചെണ്ണയുടെയും നല്ല ആ ഒരു മസാലയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. കാണാൻ തന്നെ ഇത് നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്കിത് കഴിക്കാനും അത്രയ്ക്കും ഇത് ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല ഇതാണ്. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യൂനട്ടും കറിവേപ്പിലയും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തേക്കുന്നത് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരുന്നതാണ്. ഉള്ളൊക്കെ നന്നായിട്ട് ഇത് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. അതുകൂടാണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക്